മോർണിംഗ്. നമുക്കിന്ന് ചപ്പാത്തിയുടെയും ഫ്രൈഡ് റൈസിൻ്റെയും ഒക്കെ സൈഡ് ഡിഷായിട്ട് കഴിക്കാൻ പറ്റിയ നല്ലൊരു ചൈനീസ് റെസിപ്പി ഉണ്ടാക്കിയല്ലോ. ചൈനീസ് റെസിപ്പി എന്ന് പറയുമ്പോൾ ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട. നമ്മുടെ വീട്ടിലുള്ള കുറച്ച് ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ച് എളുപ്പത്തിൽ തയ്യാറാക്കാം. നമ്മുടെ എഗ് ചില്ലി ക്യാപ്സിക്കം ആണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. എഗ് ചില്ലി മാത്രമായിട്ട് ഉണ്ടാക്കാം, എഗ് ചില്ലി ക്യാപ്സിക്കം ആയിട്ട് ഉണ്ടാക്കാം. ക്യാപ്സിക്കാണ് ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ്. ക്യാപ്സിക്കം ഇല്ലെങ്കിലും ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ എഗ് ചില്ലി ക്യാപ്സിക്കം തയ്യാറാക്കുന്നത് നോക്കാം. നമുക്ക് നമ്മുടെ ഇൻഗ്രീഡിയൻസ് നോക്കാം. ഞാനിപ്പോൾ ഒരു 5 മുട്ട എടുത്തിട്ടുണ്ട് കേട്ടോ. വലിയ മുട്ടയാണെങ്കിൽ 4 എണ്ണം മതി. എൻ്റെ കയ്യിൽ ചെറിയ മുട്ടയും വലിയ മുട്ടയും മിക്സ് ആയിട്ടായതുകൊണ്ട് 5 മുട്ട എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു വലിയ ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട്. ചെറിയ ക്യാപ്സിക്കം ആണെങ്കിൽ 1.5 ക്യാപ്സിക്കം എടുക്കുക. 4 സവോള എടുത്തിട്ടുണ്ട്. ചെറിയ സവോളയാണെങ്കിൽ 6 സവോള വരെ എടുക്കാം. പിന്നെ ഒരു ഉണ്ട വെളുത്തുള്ളി മുഴുവൻ എടുത്തിട്ടുണ്ട്. വെളുത്തുള്ളിയാണ് നമുക്ക് കൂടുതലായിട്ട് വേണ്ട ഇൻഗ്രീഡിയൻറ്റ്. അപ്പോൾ നമുക്ക് ആദ്യം വെളുത്തുള്ളി ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുക്കാം, സവോള കട്ട് ചെയ്തെടുക്കാം, ക്യാപ്സിക്കം കട്ട് ചെയ്തെടുക്കാം. അതിനുശേഷം നമ്മുടെ കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പോൾ നമ്മൾ നമ്മുടെ സവോളയൊക്കെ കട്ട് ചെയ്തെടുത്തു. സവോള നീളത്തിൽ കട്ട് ചെയ്തിട്ട് ഒന്ന് കുറുകെ കട്ട് ചെയ്തു കേട്ടോ. അത് കനം കുറച്ചാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. പിന്നെ ക്യാപ്സിക്കം ഈ ഒരു വലിപ്പത്തിൽ ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. വെളുത്തുള്ളി ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് കുറച്ചൊരു വലിയ ബൗൾ എടുക്കുക. ഈ ബൗളിലേക്ക് മുട്ട പൊട്ടിച്ചൊഴിക്കുക. അപ്പോൾ നമ്മൾ ഈ മുട്ട എടുക്കുമ്പോൾ ഇതിലേക്ക് ഉപ്പ് ചേർക്കണം. അതുപോലെ തന്നെ ഒരു പിഞ്ച് കുരുമുളക് പൊടിയും കൂടി ചേർക്കണം കേട്ടോ. അതിന് ശേഷം വേണം നമുക്ക് സ്ക്രാമ്പിൾ ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഞാൻ എല്ലാ മുട്ടയും പൊട്ടിച്ചെടുക്കട്ടെ. അപ്പോൾ ഞാൻ 5 മുട്ടയും പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂണാണ് കേട്ടോ കുരുമുളക് പൊടി ചേർക്കുന്നത്. അധികം വേണ്ട. പിന്നെ ഈ മുട്ടയ്ക്ക് ആവശ്യമായ ഉപ്പ് മാത്രം ചേർക്കുക. നമ്മുടെ സോസുകളിലൊക്കെ ഉപ്പുള്ളതാണ്. ഇനി നമുക്കിതൊന്ന് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. ഒരു ഫോർക്ക് യൂസ് ചെയ്തിട്ട് തന്നെ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ പാൻ നമുക്ക് ചൂടാക്കി എടുക്കാം. അപ്പോൾ ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. പാനിലേക്ക് നമുക്ക് വെജിറ്റബിൾ ഓയിലാണ് ആഡ് ചെയ്യേണ്ടത്. ഞാനിപ്പോൾ സൺഫ്ലവർ ഓയിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ട ചേർത്ത് കൊടുക്കാം. മുട്ട ചേർത്ത് കുറച്ച് വലിയ പീസുകളായിട്ടൊന്ന് സ്ക്രാമ്പിൾ ചെയ്തെടുക്കുക. തീരെ ചെറിയ പീസുകളായി പോകണ്ട, ഒരുപാട് വലിയ പീസുകളാവണ്ട. കുറച്ച് വലിയ പീസുകളായിട്ടൊന്ന് സ്ക്രാമ്പിൾ ചെയ്തെടുക്കുക. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ നമുക്ക് സ്ക്രാമ്പിൾ ചെയ്തെടുക്കാം. കുറച്ച് വൈഡായിട്ടുള്ള ഇതുപോലൊരു പാൻ എടുക്കുകയാണെങ്കിൽ നമുക്ക് ഇതുപോലുള്ള റെസിപ്പികളൊക്കെ ചെയ്യാൻ എളുപ്പമായിരിക്കും. ഇതേ പാനിൽ തന്നെ നമുക്ക് ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യാം കേട്ടോ. ഞാൻ അതുകൊണ്ടാണ് ഈ ഒരു പാൻ തന്നെ എടുത്തത്. നമ്മുടെ മുട്ട ഒരുവിധം ഒന്ന് കുക്കാവണം കേട്ടോ. സ്ക്രാമ്പിൾ ചില സമയത്ത് ഞാൻ സ്ക്രാമ്പിൾ ചെയ്യുമ്പോൾ പറയാറുണ്ട് ഓവർ കുക്കായി പോകരുതെന്നുള്ളത്. ഇതിപ്പോൾ കുറച്ച് ഒന്ന് കുക്കായി കിട്ടണം. കണ്ടോ, ഈ ഒരു വലിപ്പത്തിലാണ് ഞാനിപ്പോൾ മുട്ട സ്ക്രാമ്പിൾ ചെയ്തെടുത്തിട്ടുള്ളത്. ഇത്രയും വലിപ്പം മതി കേട്ടോ. ഇനി ഇതിലും ചെറുതായി പോകണ്ട. ഇനി നമുക്ക് ഈ സ്ക്രാമ്പിൾ ചെയ്ത മുട്ട ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കാം. എന്നിട്ട് ഇതേ പാനിൽ തന്നെ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാം. അപ്പോൾ ഞാൻ അതേ പാൻ തന്നെ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ചുകൂടി ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഒരുപാട് ഓയിൽ വേണ്ട കേട്ടോ, വളരെ ചെറിയ അളവിൽ മാത്രം ഓയിൽ മതി. ഇനി നമുക്കിതിലേക്ക് നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ചേർക്കാം. വെളുത്തുള്ളി ചേർത്തിട്ട് വെളുത്തുള്ളിയുടെ ഫ്ലേവർ ആ ഓയിലിലേക്ക് ഒന്ന് ഇറങ്ങി തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവോള ചേർത്ത് കൊടുക്കുക. ഇനി സവോള ഒന്ന് ട്രാൻസ്പെറൻ്റ് ആയി വരണം. അതുവരെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇപ്പോൾ ഉപ്പൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. മുട്ടയ്ക്ക് ആവശ്യമായ ഉപ്പ് നമ്മൾ ചേർത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ സോസുകളൊക്കെ ചേർത്ത് ഉപ്പൊക്കെ കറക്റ്റ് ചെയ്തതിന് ശേഷം ലാസ്റ്റ് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇപ്പോഴൊന്നും ഉപ്പ് ചേർക്കേണ്ട ആവശ്യമില്ല. ഈ ഒരു കുക്കിങ്ങിൽ നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ചൈനീസ് കുക്കിംഗ് ആകുമ്പോൾ നമ്മൾ എപ്പോഴും ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് മാത്രം കുക്ക് ചെയ്യുക. ലോ ഫ്ലെയിമിൽ കുക്കിംഗ് ഇല്ല. ഇനിയിപ്പോൾ ഒരു 1.5 മിനിറ്റ് സവോള ഒന്ന് വഴറ്റിയെടുക്കുക ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട്. ചെറിയ പാനാണെങ്കിൽ കൂടുതൽ സമയം എടുക്കും. ഇതുപോലെ വൈഡായിട്ടുള്ള പാനാണെന്നുണ്ടെങ്കിൽ 1.5 മിനിറ്റ് കൊണ്ട് തന്നെ നമ്മുടെ സവോള ഒന്ന് കുക്കായി കിട്ടും. അപ്പോൾ ഞാനിനി ഇതൊന്ന് ഇളക്കി കുക്ക് ചെയ്തെടുക്കട്ടെ.
ഞാനപ്പോൾ നേരത്തെ ഒരു ഇൻഗ്രീഡിയൻറ്റ് പറയാൻ വിട്ടുപോയി. നമ്മൾ പച്ചമുളക് ചേർക്കണ കാര്യം പറയാൻ വിട്ടുപോയി. ഞാനിപ്പോൾ ഒരു 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ റെഡ് ചില്ലി സോസ് ചേർക്കുന്നത് കൊണ്ട് തന്നെ പച്ചമുളകിൻ്റെ അളവ് കുറച്ചാലും കൂടിയാലും കുഴപ്പമില്ല. ഞാനിപ്പോൾ പച്ചമുളക് സ്പ്ലിറ്റ് ചെയ്താണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ചെറുതായിട്ട് ചോപ്പ് ചെയ്തിടണം എന്നുണ്ടെങ്കിൽ ചോപ്പ് ചെയ്തിടാം കേട്ടോ. ഞാനിങ്ങനെ സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ട്. ചോപ്പ് ചെയ്തിടാനുള്ള സമയമില്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഇട്ടത്. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ സോസുകൾ ആഡ് ചെയ്ത് കൊടുക്കാം. ആദ്യം ഞാൻ ചേർക്കുന്നത് ചില്ലി സോസാണ്. റെഡ് ചില്ലി സോസോ ഗ്രീൻ ചില്ലി സോസോ ചേർക്കാം നമ്മുടെ എരിവനുസരിച്ച്. ഞാനിപ്പോൾ ഒരു 1.5 ടീസ്പൂൺ റെഡ് ചില്ലി സോസാണ് ചേർത്തിട്ടുള്ളത്. അതുപോലെ തന്നെ അടുത്തത് ടൊമാറ്റോ സോസാണ്. ടൊമാറ്റോ സോസ് 2.5 ടീസ്പൂണാണ് ചേർക്കുന്നത്. ഡാർക്ക് സോയ സോസ് ആണെങ്കിൽ 1 ടീസ്പൂൺ ചേർക്കുക. ലൈറ്റ് സോയ സോസ് ആണെങ്കിൽ 1/2 ടീസ്പൂൺ ചേർക്കുക. ഇതിൻ്റെ കൂടെ തന്നെ ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി. ഇത്രയും ചേർത്തിട്ട് ഈ സോസുകളൊന്ന് കുക്കായി വരാനായിട്ട് വീണ്ടും ഇളക്കി കൊടുക്കുക. സോസുകളുടെ ആ ഒരു റോ ടേസ്റ്റ് മാറി വന്നിട്ട് മാത്രമേ നമ്മൾ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യാൻ പാടുള്ളൂ. ഇല്ലെങ്കിൽ സോസുകളുടെ ആ റോ ടേസ്റ്റ് നിൽക്കുമ്പോൾ നമ്മുടെ റെസിപ്പിക്ക് ഒട്ടും ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ ക്യാപ്സിക്കം കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. ഈ ക്യാപ്സിക്കവും സോസുകളും ചേർന്ന് ഒന്ന് കുക്കായി വരണം. ഈ സമയത്താണ് ഞാനിനി ഉപ്പ് ചേർക്കാൻ പോകുന്നത്. ക്യാപ്സിക്കം നമുക്ക് കടിക്കാൻ കിട്ടുന്ന പാകത്തിലായിരിക്കണം. അതുകൊണ്ടാണ് സോസുകൾ ചേർത്ത് കഴിഞ്ഞിട്ട് ക്യാപ്സിക്കം ചേർക്കുന്നത്. വളരെ ചെറിയ അളവിൽ മാത്രം ഉപ്പ് ചേർക്കുന്നുള്ളൂ. പിന്നെ ഒരു 1/4 ടീസ്പൂൺ പഞ്ചസാര. ഇത്രയും ചേർത്തിട്ട് വീണ്ടും ഇളക്കി ആ സോസുകളൊന്ന് കുക്ക് ചെയ്തെടുക്കുക. ക്യാപ്സിക്കത്തിൻ്റെ ആ ഒരു ക്രഞ്ചിനെസ് പോവാതെ, ക്യാപ്സിക്കത്തിൻ്റെ കളറ് മാറിപ്പോവാതെ നമ്മളൊന്ന് ഇളക്കി കൊടുക്കുക. ഇപ്പോഴൊന്നും ഞാൻ ഫ്ലെയിം കുറച്ചിട്ടില്ല, ഫ്ലെയിം കൂട്ടി തന്നെ വെച്ചിരിക്കുകയാണ്. ഇനി നിങ്ങളൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക. ഉപ്പ് കറക്റ്റാണോ, എരിവ് കറക്റ്റാണോ എന്നുള്ളതൊക്കെ. ഉപ്പും എരിവും കുറവാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഉപ്പ് ചേർക്കാം. അതുപോലെ തന്നെ ചില്ലി സോസും ആഡ് ചെയ്യാം. ഇനി നമുക്കിതിലേക്ക് നമ്മൾ സ്ക്രാമ്പിൾ ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ട ചേർത്ത് കൊടുക്കാം. മുട്ടയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. പിന്നെ സ്പ്രിംഗ് ഓണിയൻ ഉണ്ടെന്നുണ്ടെങ്കിൽ സ്പ്രിംഗ് ഓണിയനും കൂടി ചേർത്ത് കൊടുക്കാം. എൻ്റെ കയ്യിൽ സ്പ്രിംഗ് ഓണിയൻ ഇല്ല, അതുകൊണ്ട് ഞാൻ ചേർക്കുന്നില്ല കേട്ടോ. ലാസ്റ്റ് സെർവ് ചെയ്യുന്ന ടൈമിൽ സ്പ്രിംഗ് ഓണിയനും കൂടി ചേർത്തിട്ടുണ്ടെങ്കിൽ കറക്റ്റ് നമ്മുടെ ചൈനീസ് റെസിപ്പി ആവും. അപ്പോൾ സ്പ്രിംഗ് ഓണിയൻ ഇല്ലാത്തതുകൊണ്ട് മല്ലിയിലൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. മല്ലിയില ചേർത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ നോർത്ത് ഇന്ത്യൻ റെസിപ്പി ആയിപ്പോവും. അപ്പോൾ നമ്മൾ സ്പ്രിംഗ് ഓണിയൻ ഇല്ലെങ്കിൽ ഇല്ലാത്ത രീതിയിൽ തന്നെ പ്രസൻറ്റ് ചെയ്യാം. അപ്പോൾ ചപ്പാത്തിയുടെ കൂടെയോ ഫ്രൈഡ് റൈസിൻ്റെ കൂടെയോ ഒക്കെ നമുക്ക് സൈഡ് ഡിഷായിട്ട് കഴിക്കാവുന്ന ഒരു റെസിപ്പിയാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. മുട്ടയിലേക്ക് നമ്മുടെ സോസുകളൊക്കെ പിടിച്ച് വന്നിട്ടുണ്ട്. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തു. ഇത്രയേ ഉള്ളൂ നമ്മുടെ എഗ് ചില്ലി ക്യാപ്സിക്കം. വളരെ ഈസി അല്ലേ? എല്ലാവർക്കും ഏറ്റവും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന റെസിപ്പിയാണ്. ചൂടോടുകൂടി തന്നെ ചപ്പാത്തിയുടെ കൂടെ കഴിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഞാനിതൊന്ന് സെർവ് ചെയ്യട്ടെ. അപ്പോൾ നമ്മുടെ എഗ് ചില്ലി ക്യാപ്സിക്കം ഞാൻ എന്താ പ്രസൻറ്റ് ചെയ്ത് കഴിഞ്ഞു. നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കുക. 3-4 മുട്ടയും കുറച്ച് സവോളയും ക്യാപ്സിക്കവും മാത്രം ഉണ്ടെങ്കിലും വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയ റെസിപ്പിയാണ്. കുട്ടികൾക്കാണെങ്കിലും വലിയവർക്കാണെങ്കിലും എല്ലാവർക്കും നന്നായിട്ട് ഇഷ്ടപ്പെടും. ബാച്ചിലേഴ്സിനാണെങ്കിലും വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാം. അപ്പോൾ നിങ്ങൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെയോ രാത്രി ഡിന്നറിൻ്റെ ഫ്രൈഡ് റൈസിൻ്റെ കൂടെയോ ഒക്കെ ഉണ്ടാക്കി കഴിച്ചിട്ട് നിങ്ങളുടെ അഭിപ്രായം നമ്മുടെ വീഡിയോയുടെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അതുപോലെ ഇഷ്ടപ്പെട്ട റെസിപ്പി ആണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കൂടി മറന്നു പോയില്ലല്ലോ. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ നമ്മുടെ വീഡിയോ പ്രസൻറ്റ് ചെയ്യുന്ന രീതിയൊക്കെ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് നമ്മുടെ അടുത്ത റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം.